വെൽക്കം ടു സ്റ്റോറീസ് ടെല്ലർ ഭാഗം 22. നീ എന്തു വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണം. അമൃതയ്ക്ക് വേറൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാത്യു വീണ്ടും അച്ചുവിന്റെ രോഗാവസ്ഥ വിശദീകരിച്ചുകൊണ്ടിരുന്നു. അവന്റെ ആദ്യത്തെ രണ്ട് കീമോതെറാപ്പികൾക്കും ഗ്യാസ്ട്രൽ ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസും ഹെഡേക്കും മാത്രമായിരുന്നു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അറിയാതിരുന്നൊരു കാര്യം കൂടെ അവന്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഓരോ കീമോയ്ക്ക് ശേഷവും അവന്റെ ലിവർ ഫങ്ഷണാലിറ്റീസ് കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പൊ അവനൊരു സിവിയർ ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് പേഷ്യന്റ് ആണ്. ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്? അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു അഡ്വൈസ് കണ്ടീഷനാണത്. പിന്നീട് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, അവൻ പറഞ്ഞു. അമൃത ഇത് കേട്ടതും നിന്നെടുത്തുനിന്ന് വീഴാൻ തുടങ്ങി. അവളുടെ ശരീരം കുഴയുന്നത് പോലെ തോന്നി. തൊണ്ട വരണ്ട് നാവുണങ്ങി അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിനക്ക് കരയണമെങ്കിൽ നീ ഒന്ന് കരയൂ. ഇനി ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന് തോന്നുന്നെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. സങ്കടത്തിൽ നിൽക്കുന്ന അമൃതയോട് മാത്യു പറഞ്ഞു. അല്ല, ഇതെല്ലാം നീ കാരണം സംഭവിച്ചതല്ലെന്ന് എനിക്കറിയാം. ഒരു ഡോക്ടർമാരെയും ഞാൻ കുറ്റം പറയില്ല. കീമോതെറാപ്പിക്ക് മാത്രമേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ. അമൃത ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു നിർത്തി. കൂടുതലൊന്നും പറയാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല അവൾ. മുന്നിലുള്ള ലോകം പെട്ടെന്ന് ഇരുളുന്നതായിട്ട് അവൾക്ക് തോന്നി. എല്ലാം ശൂന്യമാവുന്നത് പോലെയും. ഇതിൽ കൂടുതൽ സഹിക്കാൻ ഇനി അവൾക്ക് അവളുടെ മനസ്സിനെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. ഇതിനേക്കാളും അപ്പുറത്തുള്ള ആ സത്യത്തെ ഉൾക്കൊള്ളാൻ അവൾ സ്വയം പാകപ്പെടേണ്ടിയിരിക്കുന്നു. അവൾ തളർന്ന് മാത്യുവിന്റെ തോളിലേക്ക് ചാഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആ നീണ്ട വരാന്തയുടെ ഒരു അറ്റത്ത് ശ്രീദേവ് ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിലൂടെ പേരറിയാത്തൊരു വേദന പാഞ്ഞു. വർഷങ്ങൾക്ക് ശേഷവും അവന്റെ ഹൃദയം തകർക്കാൻ ശേഷിയുള്ള സ്ത്രീയാണ് അവളെന്നുള്ള തിരിച്ചറിവ് അവനെ തളർത്തി. അങ്ങനെ അവിടെ നിന്നും അവൻ നടന്നു നീങ്ങി. അപ്പോൾ അവന്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അമൃത, എന്റെ ലോകത്തു നിന്ന് നീ പുറത്തു പോവൂ. ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. ആര്യന്റെ കീമയ്ക്കുള്ള പൈസ കൂടാതെ ഇനി ഇതിനും കൂടുതൽ പൈസ ഉണ്ടാക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ അമൃതയുടെ തല കറങ്ങി. ഇപ്പൊ തന്നെ അവൾ സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ പണം അവന്റെ ചികിത്സയ്ക്കായി ചെലവാക്കുന്നുണ്ട്. ദിവസത്തിൽ 24 മണിക്കൂർ ജോലി ചെയ്താലും അതുണ്ടാക്കാൻ കഴിയുമോന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ നാളെ അത്യാവശ്യമായി വേണ്ട ആ തുക ആരോട് ചോദിക്കുമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു അവൾ. മാത്യുവിനോട് ചോദിച്ചാൽ അവൻ തരാണ്ടിരിക്കില്ല. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ പണം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിരുന്നു. അതെല്ലാം എന്നെങ്കിലും തിരികെ നൽകാൻ കഴിയുമോന്ന് പോലും അവൾക്കറിയില്ല. പിന്നെ ഈ അവസ്ഥയിൽ എങ്ങനെയാ അവന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കുക? അവൾ അടുക്കളയിലിരുന്ന് തല പുകഞ്ഞാലോചിച്ചു. അപ്പോഴാണ് ശ്രീദേവിന്റെ ഒരു വാഗ്ദാനം അവൾ ഓർത്തത്. നിനക്ക് പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പെട്ടെന്ന് അവള് അവളുടെ തലയിലും മുഖത്തുമെല്ലാം സ്വയം തല്ലി വേദനിച്ചു. ഇല്ല, അവന്റെ അടുത്തേക്ക് ഒരിക്കലും പോവരുത്. അവനുമായി ഇനി യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അവൾ അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. യെസ്, അവര് തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇനി അവർക്കിടയില് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പരസ്പരം ഒരു പ്രകോപനത്തിനും രണ്ടുപേരും ഒരു തരത്തിലും അവസരം ഉണ്ടാക്കരുത്. അത് തെറ്റിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ജീവിതം അവതാളത്തിലാകും. പക്ഷേ അച്ചുവിന്റെ കാര്യത്തിന് ഇനി വേറെ എങ്ങോട്ട് പോവാനാണ്? അവന്റെ അച്ഛനല്ലേ ശ്രീദേവ്. അവന്റെ കയ്യിന്ന് പണം കടം വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും അവൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. അവനത് തെറ്റായ രീതിയിലൊന്നും എടുക്കില്ലായിരിക്കും. അവൾ അവളുടെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. അവന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കുന്നതിന് സ്വയം ന്യായീകരണങ്ങൾ ഉണ്ടാക്കി. കാരണം അവൾക്ക് തന്റെ ആത്മാഭിമാനത്തെക്കാളും വലുത് സ്വന്തം കുഞ്ഞിന്റെ ജീവനായിരുന്നു. അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഡ്രസ്സ് മാറി ഫോണും പേഴ്സും കയ്യിലെടുത്ത് ധൃതിയിൽ പോവാനിറങ്ങി. എവിടേക്കാ ഈ നേരത്ത് മോളെ? അവൾ പോകാൻ തുടങ്ങുന്നത് കണ്ട് അമ്മ അന്വേഷിച്ചു. ഒരു അത്യാവശ്യം ഉണ്ടമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ നേരത്തോ? നീ ഇപ്പൊ തന്നെ ആകെ ക്ഷീണിച്ച മോളെ ഇരിക്കുന്നത്. ഇനിയും പോണോ? അമ്മ ആവലാതിയോടെ ചോദിച്ചു. അത്യാവശ്യമായതുകൊണ്ടല്ലേ അമ്മ പോകുന്നത്. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. പതിവില്ലാതെ അവളുടെ ശബ്ദം ഇത്തിരി പരുഷമായപ്പോ തന്നെ അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ അച്ചുവിന്റെ പുതിയ ആ അസുഖത്തിനെ കുറിച്ച് മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അവൾ അമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്നാ അമ്മയെ പ്രശ്നങ്ങളില്ലാത്തത്. എല്ലാം ഒരു ദിവസം ശരിയാവുമായിരിക്കും. ഇത് കേട്ടതും അമ്മ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. തന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ തന്നെ രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. അവൾ കുറച്ചൊന്ന് നടന്നിട്ടാ ഓട്ടോ കിട്ടിയത്. അങ്ങനെ അവൾ നേരെ ശ്രീദേവിന്റെ അപ്പാർട്ട്മെന്റിലെത്തി. ഈ സമയം അവൻ അവിടെ ഉണ്ടാകുമോന്ന് പോലും അവൾ അന്വേഷിച്ചില്ല. അതൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അവൾ അപ്പോൾ. ശ്രീദേവിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വണ്ടി വന്ന് നിർത്തിയപ്പോൾ അങ്ങോട്ട് പോവേണ്ടിയിരുന്നില്ലെന്ന് പോലും അമൃതയ്ക്ക് തോന്നി. പക്ഷേ അവളുടെ ആവശ്യം വളരെ വലുതായിരുന്നു. അവളുടെ ഈഗോയേക്കാളും വലുത്. അന്നത്തെ സംഭവത്തിന് ശേഷം മുന്നറിയിപ്പില്ലാതെ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്
ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് ആ റോഡിൽ നിന്ന് തന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. മടിച്ചാ അങ്ങോട്ട് കോൾ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് സമയം ബെല്ലടിച്ചതിന് ശേഷമാണ് അവൻ ഫോൺ എടുത്തത്. പക്ഷേ അവനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. അവൻ ഹലോ എന്ന് പോലും പറയാത്തത് കൊണ്ട് അവൾ തന്നെ മുൻകൈ എടുത്തു. ഹലോ, ഇത് ഞാനാ, അമൃത. അവളുടെ വായന്ന് വാക്കുകൾ മുറിഞ്ഞാ പുറത്തേക്ക് വന്നത്. അപ്പോഴും മൗനം മാത്രമായിരുന്നു ശ്രീദേവിന്റെ മറുപടി. അവൻ സംസാരിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ അടുത്ത ചോദ്യം ചോദിച്ചു. നീ ഇപ്പോ ഫ്രീ ആണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? അവൻ ഗൗരവം വിടാതെ അന്വേഷിച്ചു. അത് വന്ന കാര്യം എന്താണെന്ന് പറയാൻ കഴിയാതെ അവൾ നിന്നപ്പോൾ, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്താ ബാക്കി സംസാരിക്കാൻ? നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളാണോ? അവനൊരു പരിഹാസ ചൊവ്വയോടെ ചോദിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൾ അത്രയും സമയം സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം പെട്ടെന്ന് ചോർന്നുപോയി. എനിക്കറിയാം നിനക്കെന്നെ കാണാൻ താല്പര്യമില്ലെന്ന്. പക്ഷേ എന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അവൾ മടിച്ചാ അവനോടത് പറഞ്ഞത്. അപ്പോഴും അവനൊന്നും വേണ്ടിയില്ല. ഞാനിവിടെ താഴെ വെയിറ്റ് ചെയ്യാം. നീ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പൊ എന്നെ വിളിച്ചാൽ മതി. അവൾ പറഞ്ഞു തീർത്തതും ആ കോൾ അവൻ കട്ട് ചെയ്തു. അവൾക്ക് നിന്നെടുത്തുനിന്ന് സ്വയം മുരുക്കി പോകുന്നത് പോലെ തോന്നി. ഏത് നേരത്താണാവോ അവനെ കാണാൻ വരാൻ തോന്നിയതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. അവനാണെങ്കിൽ അവളോടുള്ള സ്നേഹം മൂത്ത് ഭ്രാന്തായ അവസ്ഥയിലായിരുന്നു. താനല്ലാതെ മറ്റൊരു പുരുഷൻ അവൾക്കുണ്ടാവുന്നത് അംഗീകരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ ജനവാതിൽ തുറന്ന് താഴേക്ക് നോക്കി. അവൾ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ അവൻ വിളിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം സത്യത്തിൽ വേദനിച്ചു. പക്ഷേ അവളോടുള്ള വിരോധം ആ സ്നേഹത്തിനും മുകളിലായിരുന്നു. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് ആ സമയത്ത് അവളെ അവൻ പുറത്തു നിർത്തിയത്. പിന്നെ പെട്ടെന്ന് ഫോണെടുത്ത് അവളെ വിളിച്ചു. ശ്രീദേവ്. അവളും അവനെ പ്രതീക്ഷിച്ചു നിൽക്കുമായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അവന് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. കേറി വാ, അവൻ കുറച്ച് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്കുള്ള പടികൾ കയറി. അവൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിലെ സോഫയിൽ അവൻ അലസമായി ഇരിക്കുകയായിരുന്നു. റൂമിലേക്ക് കയറി വന്ന ഉടൻ അവൻ അവളെ രൂക്ഷമായി നോക്കി. അവൾ അവനെതിരെയുള്ള സീറ്റിൽ വന്നിരുന്നു. അവനൊന്നും മിണ്ടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് തന്നെ ആ സംഭാഷണം അവിടെ തുടങ്ങി. അമൃത കുറച്ച് ധൈര്യം സംഭരിച്ച്, ദേവ് ദീർഘശ്വാസം വിട്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നു. നിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? വാക്കുകൾ ഇടറി അവള് പോലും അറിയാതെ വായിൽ നിന്നും പുറത്തു ചാടുകയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പക്ഷെ അവളുടെ ആശ്വാസം അല്പസമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നീ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വന്നതാണല്ലേ? അവൻ അധികാരഭാവത്തിൽ ചോദിച്ചു. അവന്റെ വാക്കുകളിലെ പരിഹാസം അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അത് ഐ എം സോറി, നിനക്ക് ബുദ്ധിമുട്ടാവുന്ന ഞാൻ കരുതിയില്ല. അവൾ ക്ഷമ ചോദിച്ചു പറഞ്ഞപ്പോൾ അധികാരഭാവത്തിൽ അവൻ അവളെ നോക്കി. അത് ദേവ്, നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഹെൽപ്പ് ചെയ്യാമെന്ന്. അതാ ഞാൻ ഈ നേരത്ത്. പിന്നെ പൈസ ഞാൻ എന്തായാലും തിരികെ തരും, പേടിക്കണ്ട. അവൾ വാക്കുകൾ കിട്ടാതെ പരതി. പക്ഷേ അവളുടെ ആത്മാർത്ഥമായ വാക്കുകൾ അവനെ തൊടുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ച് ബിയർ എടുക്കാനായി കിച്ചണിലേക്ക് പോയി. അവളാണെങ്കിൽ അവനെ നോക്കാൻ വരെ ഭയന്ന് സോഫയിൽ തന്നെ ഇരുന്നു. അവൻ തിരിച്ചു വന്ന് അവളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്നു. ബിയർ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിനക്ക് പൈസ വേണം? നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എന്തിനാ എന്റെ അടുത്തേക്ക് ഓടി വരുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് കല്യാണം കഴിക്കാൻ ഒരാളും പൈസ കടം വാങ്ങിക്കാൻ മറ്റൊരാളും അല്ലേ? ഞാൻ വിചാരിച്ചതുപോലെ നീ എന്നോട് കൂടുതൽ എടുക്കുന്നത് എന്റെ പൈസയ്ക്ക് വേണ്ടി തന്നെയാണല്ലേ? അവൻ പരിഹാസവും പുച്ഛവും കലർത്തി അവളെ നോക്കി പറഞ്ഞു. അല്ല, അത് അങ്ങനെയല്ല ദേവ്. അമൃത സ്വയം വിശദീകരിക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു. ഇപ്പൊ അവന്റെ തണുത്ത ശ്വാസം അവളുടെ നെറ്റിയിൽ തൊടുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ? നീ തന്നെ പറ. അത്യാവശ്യത്തിന് പണം തരാൻ ഞാൻ ആരാ നിന്റെ? വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രേമം നടിച്ച് ചതിച്ചവനോ? അവന് പരിഹാസം തുടർന്നു. എങ്ങനെയെങ്കിലും അവളെ കുത്തി വേദനിപ്പിക്കണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവൾ അവന്റെ അടുത്തുനിന്ന് നീങ്ങിയിരുന്നു. ദേവ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതെന്തായാലും ഞാൻ തിരികെ തരും. അതല്ലാതെ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ശ്രീദേവിന്റെ കുത്തി വേദനിപ്പിക്കുന്ന സംസാരം കേട്ട് സഹിക്കാൻ കഴിയാതെ അവൾ പറഞ്ഞു. ഹാഹാ, നീ തിരിച്ചു തരും. നിന്നെ പോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെയാ പണം കടം തരുന്നത്? എന്താ ഗ്യാരണ്ടി? ശ്രീദേവ് ചോദിച്ചു. ഞാൻ എന്തായാലും തരും ദേവ്, അതെന്റെ ഉറപ്പാണ്. അവൾ കുറച്ച് ശബ്ദം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല അമൃത, ശ്രീദേവ് ഗൗരവത്തോടെ പറഞ്ഞു. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ദേവ്. ദേവ് പറയും, അതെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക തന്നെയാണ്. നീ സത്യത്തിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ ഭർത്താവിന്റെ അടുത്ത് നല്ല ഭാര്യയായി നിൽക്കുകയും വേണം, എന്റെ സഹതാപം പിടിച്ചു പറ്റുകയും വേണം. അത് നടക്കില്ല, അവൻ തീർത്തു പറഞ്ഞു. ഐ എം സോറി, ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു.
എനിക്ക് തെറ്റുപറ്റിയതാണ്. നീ അന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു പോയി. ഇന്നിവിടെ നടന്നതെല്ലാം നീ മറന്നേക്ക്. ഞാനിനി ഇങ്ങോട്ട് വരില്ല. വിളറും വെളുത്ത മുഖത്തോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. നീ എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയാണോ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നത്? അവളെ പ്രകോപിപ്പിക്കാനായി അവൻ അവളോട് പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവള് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ, നിന്റെ ഉദ്ദേശമൊന്നും എനിക്ക് അറിയണ്ട അമൃത. നിന്നെ എനിക്ക് വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീദേവ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോ, മതി നിർത്ത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് വിചാരിച്ചാ മതി നീ. ഞാൻ ഇറങ്ങുന്നു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൾ ഇറങ്ങാനായി വാതിലിനടുത്തേക്ക് നടന്നു. ഹോ, സന്തോഷം. പണം കടം തരാമെന്ന് പറഞ്ഞത് ഞാനിപ്പോ പിൻവലിക്കുന്നു. മനസ്സിലായല്ലോ? അവനും ദേഷ്യത്തിൽ പ്രസ്താവിച്ചു. അവൻ അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നിയിരുന്നു. അതവനോട് പൈസ കടം ചോദിച്ചതുകൊണ്ടൊന്നുമല്ല. മാത്യുവുമായിട്ടുള്ള അവളുടെ അടുപ്പമാണ് അവന്റെ പ്രശ്നം. അതെല്ലാം കൺമുന്നിൽ കാണുന്നതാണ് അവന്റെ പ്രശ്നം. പണ്ടും ഇതുതന്നെയായിരുന്നു അവന്റെ പ്രശ്നം. താൻ സ്നേഹിക്കുന്നവൾ മറ്റൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊരാളിനും ഉണ്ടാവുന്ന പ്രശ്നം. വാതിൽ തുറക്കാനായി തുടങ്ങിയ അവളെ പെട്ടെന്ന് അവൻ തടഞ്ഞു. ഞാൻ പോവട്ടെ ദേവ്, അവൾ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവൻ അവളുടെ കൈ പിടിച്ച് കണ്ണിലേക്ക് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു, നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? അവൾക്കിനി കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല. അവൾ അവന്റെ പിടുത്തം വിടിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവന്റെ ആ നോട്ടം സത്യത്തിൽ അവളെ പേടിപ്പിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ മറക്കാൻ ശ്രമിക്കുമ്പോ നീ വീണ്ടും വീണ്ടും എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കും. നീ ഇപ്പൊ ഒരു ഭൂതത്തെ പോലെ എന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് അമൃത. നിനക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ? അവളെ വിഴുങ്ങും എന്നുള്ള രീതിയിൽ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. സോറി ദേവ്, ഞാനിനി നിന്റെ കൺമുന്നിൽ വരില്ല. അവളും ഉറപ്പിച്ചു പറഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനിനി ഒരിക്കലും നിന്റെ കൺമുന്നിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കും ദേവ്. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നീ എന്റെ കൺമുന്നിൽ വന്നാൽ പോലും ഞാൻ നിന്നെ കണ്ട ഭാവം നടിക്കില്ല. ഒരു അപരിചിതനെ പോലെ ഞാൻ നിന്നോട് പെരുമാറിക്കോളാം. പിന്നെ ഇന്നത്തെ ഈ ദിവസം നീ മറന്നേക്ക്. ഞാനും മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയായിരിക്കും ഇത്. ഐ എം സോറി. അവളുടെ മറുപടി മുഴുവിപ്പിക്കാൻ നിൽക്കാതെ അവൻ പറഞ്ഞു, ഇന്ന് എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. നീ നാളെ വായോ, ഞാൻ റെഡിയാക്കി വെക്കാം. വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ വെടിപ്പിച്ച് അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ നടന്നു. അവൾ ഇറങ്ങിപ്പോയപ്പോൾ അവന്റെ ലോകം തന്നെ ഇരുട്ടില്ലാതുപോലെ അവന് തോന്നി. താൻ സ്നേഹിക്കുന്ന ആളിനെ ഇത്രയും വേദനിപ്പിക്കാൻ അവൻ സ്വയം പല ന്യായീകരണങ്ങളും ഉണ്ടാക്കി. പക്ഷെ വെറുത്തുകൊണ്ട് അവൻ അവളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്